ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏറെ സന്തോഷം നിറഞ്ഞ മംഗളവാർത്താകാലത്തിലൂടെയാണ് നാം യാത്ര ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ യാത്രയെക്കുറിച്ചാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 39 മുതലുള്ള വചനങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ യാത്രയെക്കുറിച്ച് നാം വായിച്ചു കേൾക്കുന്നുണ്ട്. 39-ാമത്തെ വചനം ഇപ്രകാരമാണ് പറയുന്നത്: യൂദയായിലെ മലമ്പ്രദേശത്തുള്ള പട്ടണത്തിൽ നിന്നും തിടുക്കത്തിൽ പരിശുദ്ധ മറിയം യാത്ര ചെയ്തുവെന്ന്. പരിശുദ്ധ മറിയത്തിൻ്റെ യാത്രയുടെ പ്രത്യേകത അമ്മ തിടുക്കത്തിൽ യാത്ര ചെയ്തുവെന്നാണ്. തൻ്റെ ഇളയമയായ എലിസബത്തിന് ദൈവകൃപയാൽ വിശേഷമായി എന്ന് അറിഞ്ഞ് പരിശുദ്ധ അമ്മ യാത്രയാവുകയാണ് നസറത്തിൽ നിന്നും ഏകദേശം 150 കിലോമീറ്റർ ദൂരമുള്ള ഐൻകാര്യം എന്ന പട്ടണത്തിലേക്ക്. അമ്മയുടെ യാത്ര തിടുക്കത്തിലുള്ളതായിരുന്നു എന്നാണ് വചനം പറയുന്നത്. ഗ്രീക്ക് ഭാഷയിൽ തിടുക്കത്തിൽ എന്നുള്ള അർത്ഥം വരുന്ന ഈ പദത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് സ്പൗദെ എന്ന വാക്കാണ്. ഈ വാക്കിൻ്റെ അർത്ഥം വേഗത്തിൽ പോകുക എന്നതിനുപരിയായി തീക്ഷ്ണതയോടെ പോകുക, ഉത്സാഹത്തോടെ പോകുക, സന്തോഷത്തോടെ പോകുക എന്നാണ്. അങ്ങനെയെങ്കിൽ പരിശുദ്ധ അമ്മയുടെ യാത്ര എപ്രകാരമുള്ളതായിരുന്നു എന്ന് ചോദിച്ചാൽ, അമ്മയുടെ യാത്ര ഏറെ സന്തോഷത്തോടു കൂടെ ഉള്ളതായിരുന്നു, ഏറെ തീക്ഷ്ണതയോടു കൂടെ ഉള്ളതായിരുന്നു. നമ്മുടെ യാത്രകളും എപ്രകാരമായിരിക്കണമെന്ന് പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവരെ കാണാനുള്ള നമ്മുടെ യാത്രകൾ സന്തോഷത്തോടെയും അതിലേറെ ഉത്സാഹത്തോടെയും തീക്ഷ്ണതയോടും കൂടെ ഉള്ളതാകട്ടെ. തുടർന്നുള്ള വചനഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നു, പരിശുദ്ധ അമ്മ ഐൻകാര്യം എന്ന പട്ടണത്തിൽ എത്തുമ്പോൾ തൻ്റെ ഇളയമയെ കാണുമ്പോൾ അവളെ അഭിവാദനം ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഈ അഭിവാദനം ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത് എന്ന വചനത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. 2 കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത്. ഒന്ന്, തൻ്റെ ഇളയമയായ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി അവൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എലിസബത്തിൻ്റെ ഉള്ളിൽ ശിശു കുതിച്ചു ചാടാൻ കാരണമായി, അവൾ പരിശുദ്ധാത്മാവാൽ നിറയാൻ കാരണമായി. ഒരു വ്യക്തിയുടെ സാന്നിധ്യം മറ്റൊരാളിൽ ദൈവകൃപയ്ക്ക് കാരണമായി എന്ന്. ദൈവകൃപ നിറഞ്ഞ പരിശുദ്ധ മറിയത്തിൻ്റെ സാന്നിധ്യം എലിസബത്തിൽ ദൈവകൃപയ്ക്ക് കാരണമായി. സ്നേഹം നിറഞ്ഞവരെ, ദിവസവും എത്രയോ പേരെ കണ്ടുമുട്ടുന്നവരാണ് നമ്മൾ, എത്രയോ പേരെ അഭിവാദനം ചെയ്യുന്നവരാണ് നമ്മൾ. നമ്മുടെ സാന്നിധ്യവും നമ്മുടെ അഭിവാദനവും മറ്റുള്ളവരിൽ പരിശുദ്ധാത്മാവ് നിറയാൻ, ദൈവകൃപ നിറയാൻ കാരണമാകുന്നുണ്ടോ എന്ന് ഈ മംഗളവാർത്താകാലത്തിൽ നമുക്ക് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. പരിശുദ്ധ അമ്മയുടെ യാത്ര 2 കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഒന്ന്, ഏറെ സന്തോഷത്തോടും അതിലേറെ തീക്ഷ്ണതയോടും ഉത്സാഹത്തോടും കൂടെ മറ്റുള്ളവരെ സന്ദർശിക്കുക. അങ്ങനെയുള്ള സന്ദർശനങ്ങളിൽ നമ്മുടെ അഭിവാദനങ്ങളും നമ്മുടെ സാന്നിധ്യവും മറ്റുള്ളവർക്ക് അനുഗ്രഹവുമാകണം. എല്ലാവർക്കും പിറവി തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹത്തോടുകൂടെ ആശംസിക്കുന്നു. ഉണ്ണി യേശു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.